ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാരി വിൽസൺ എഴുതിയ യുവർ ബ്രെയിൻ ഓൺ പോൺ എന്ന പുസ്തകത്തെ കുറിച്ചാണ്. ഇദ്ദേഹം ഇന്റർനെറ്റ് പോണോഗ്രഫി ആൻഡ് എമേജിംഗ് സയൻസ് ഓഫ് അഡിക്ഷൻ റിലേറ്റ് ചെയ്താണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ ബുക്കിന്റെ മേജർ കൺസെപ്റ്റ് തന്നെ പോണോഗ്രഫി എന്നാൽ എന്താണ്, ഒരുപാട് നേരം ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ അതിനെ അഡിക്ഷൻ എന്ന് പറയുന്നു, ഇതിൽ നിന്നും എങ്ങനെയാണ് പുറത്തു വരേണ്ടത് എന്നീ 3 കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പോണോഗ്രഫി എന്ന് പറയുന്നത് 80+ വീഡിയോസ് കാണുന്നതാണ്. നമ്മളിൽ ഓരോരുത്തരും വ്യത്യസ്തമായ കാര്യങ്ങളിൽ അഡിക്റ്റ് ആയിട്ടുള്ളവരാണ്. അതുപോലെ ചില ആളുകൾ ഇത്തരത്തിലുള്ള മൂവീസ് കാണുന്നതിൽ അഡിക്റ്റ് ആണ്. ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ പ്രഗത്ഭരായ ഗവേഷകർ ഹ്യൂമൻ ബ്രെയിൻ റിസർച്ച് ചെയ്തപ്പോൾ ഒരുപാട് പേർ ഈ 80+ മൂവീസിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തെളിയിച്ചിട്ടുണ്ട്. ഈ അഡിക്ഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള ഗുഡ് കെമിക്കൽസിൽ ഒന്നാണ് ഡോപ്പമിൻ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനെ എൻകറേജ് ചെയ്യാൻ നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ എന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നു. ഈ ഡോപ്പമിൻ പ്ലഷറബിൾ ആയിട്ടുള്ള ഫീൽ ആണ് തരുന്നത്. ഡോപ്പമിൻ റിലീസ് ആകുന്ന സമയത്ത് എന്തോ ഒരു കാര്യം നേടിയെടുത്താൽ ലഭിക്കുന്ന ഹാപ്പി ഫീൽ ആണ് നമുക്ക് ഉണ്ടാവുക. ഈ ഡോപ്പമിൻ എങ്ങനെയാണ് അഡിക്ഷനുമായി റിലേറ്റ് ആകുന്നത്? പോൺ അഡിക്ഷൻ വെച്ച് ഒരു എക്സാമ്പിൾ പറയാം. ഫസ്റ്റ് ടൈം ഈ 80+ മൂവീസ് കാണുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അതിലൊന്നാമത് നമ്മുടെ ഫ്രണ്ട്സ് തരുന്ന ട്രിഗർ കൊണ്ടാകാം. മറ്റൊന്ന് സെക്സ് എന്നാൽ എന്താണ് എന്നറിയാൻ വേണ്ടിയാകാം. ഇങ്ങനെയാണ് ഒരു വ്യക്തി ആദ്യമായി പോൺ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നമ്മുടെ ബ്രെയിൻ നമ്മൾക്ക് റിവാർഡ് തരാൻ വേണ്ടി ഡോപ്പമിൻ റിലീസ് ചെയ്യിക്കുന്നു. നമ്മൾ ഏത് സമയത്തും ഇത് കണ്ടാൽ ഡോപ്പമിൻ റിലീസ് ആകുന്നതായിരിക്കും. ഇങ്ങനെ ഒരുപാട് ഡോപ്പമിൻ റിലീസ് ആകുമ്പോൾ ബ്രെയിനിന് ഒരു പേടി ഉണ്ടാകും, ഒരു ലിമിറ്റ് കഴിഞ്ഞ് ഡോപ്പമിൻ റിലീസ് ആകുമോ എന്ന്. അങ്ങനെ സംഭവിച്ചാൽ മറ്റ് ഹോർമോൺസ് ആൻഡ് കെമിക്കൽസ് എല്ലാം ഇംബാലൻസ് ആകുമെന്ന് കരുതി നമ്മുടെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. വീണ്ടും നമ്മൾ വീഡിയോസ് കാണുമ്പോൾ ആ ഡോപ്പമിൻ റിലീസ് ആകില്ല. അപ്പോൾ നമുക്ക് ഗുഡ് ഫീലോ പ്ലഷറോ സാറ്റിസ്ഫാക്ഷനോ ലഭിക്കാതെ വരും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഗുഡ് ഫീൽ ലഭിക്കുന്നത് വരെയും പോൺ വീഡിയോസ് കാണുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. ബട്ട് നിങ്ങളുടെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യില്ല. പിന്നീട് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനുമായി കോമ്പറ്റീഷൻ ചെയ്ത് പോൺ വീഡിയോ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾ പോലും അറിയാതെ 2 മണിക്കൂർ 3 മണിക്കൂർ വരെ നിങ്ങൾ വീഡിയോസ് കാണുന്നു. നിങ്ങളുടെ ബ്രെയിൻ ഒരു പക്ഷേ ഡോപ്പമിൻ റിലീസ് ചെയ്തില്ലെങ്കിൽ അത് 4 മണിക്കൂറായും 5 മണിക്കൂറായും മാറുന്നു. തുടർന്ന് ഈ പ്രവണത ഒരു അഡിക്ഷനായി മാറുന്നു. ഇങ്ങനെയാണ് പോൺ അഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ഈ അഡിക്ഷന് കാരണം നിങ്ങളുടെ ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഡോപ്പമിൻ എന്ന കെമിക്കലാണ്. ഇപ്പോഴുള്ള അഡ്വാൻസ് ടെക്നോളജിയിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണുണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. 2K കിഡ്സ് മുതൽ 90s 80s വരെയുള്ള എല്ലാവരും ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആണ്. ഇതിൽ ടീനേജേഴ്സ്, സ്കൂൾ സ്റ്റുഡൻസ് ഇവരെല്ലാം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് പേരൻസിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങുന്നു. അവരോട് ആരെങ്കിലും നോ പറഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യില്ല. അതിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും അവർ പ്രവർത്തിക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും കൾച്ചറിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വരുന്ന ഒരു കാര്യമാണ് സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഈ കാര്യം വരുമ്പോൾ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡും ഒരുപോലെയല്ല ഉണ്ടാവുക. അതൊരു സ്കൂളിൽ പഠിക്കുന്ന പയ്യന്റെ അടുത്തോ കോളേജ് സ്റ്റുഡൻസിന്റെ അടുത്തോ പറയുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ അവർക്കൊരു ഇൻട്രസ്റ്റ് തോന്നും. അതിനെക്കുറിച്ച് തന്റെ പേരൻസിനോട് ചോദിക്കാൻ പറ്റില്ല. ഫ്രണ്ട്സിനോട് ചോദിക്കാൻ പോയാൽ അവർ തെറ്റിദ്ധരിച്ചാലോ, അവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് തോന്നലുണ്ടാകും. ആ ടൈമിലാണ് പോൺ വെബ്സൈറ്റിലേക്ക് വരുന്നത്. സെക്സ് എന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന് അവസാനം പോൺ എഡിക്റ്റ് ആയി അവർ മാറുന്നു. അടുത്ത കാറ്റഗറിയിലുള്ളവർ മാരേജ് കഴിഞ്ഞവരാണ്. മാരേജ് കഴിഞ്ഞവർ പോൺ വീഡിയോസ് കാണുമോ എന്ന ചോദ്യത്തിന് അതെ എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. എന്തുകൊണ്ടാണ് മാരേജ് കഴിഞ്ഞവർ അഡൽട്ട് വീഡിയോസ് കാണുന്നത് എന്നതിനാൽ അതിന് 4 കാരണങ്ങൾ ഉണ്ടെന്നാണ് ഈ ബുക്കിന്റെ ഓതർ പറയുന്നത്. നമ്പർ 1, അവരുടെ മാരേജ് ലൈഫിൽ അവർക്കിടയിൽ ഉണ്ടാകുന്ന സെക്ഷൽ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് പോൺ വീഡിയോസ് പോലുള്ളവ കണ്ട് തന്റെ സെക്ഷൽ ഫീലിംഗ്സിനെ കൺട്രോൾ ചെയ്യുന്നു. നമ്പർ 2, ഭർത്താവിനോ ഭാര്യയ്ക്കോ എന്തെങ്കിലും സെക്ഷൽ പ്രോബ്ലംസ് ഉണ്ടാകും. അങ്ങനെയുള്ളപ്പോഴും പോൺ വീഡിയോസിലേക്ക് അവർ എത്തുന്നു. നമ്പർ 3, അവരുടെ മാരേജ് ലൈഫിലുള്ള പ്രോബ്ലംസ്, അതിൽ വഴക്കുകൾ ഉണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പോൺ വീഡിയോസ് കാണുന്നു. നമ്പർ 4, മാരേജ് ലൈഫിൽ സ്ട്രെസ്സായി മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ, അതായത് ഓവർ ഡിപ്രഷൻ, സ്ട്രെസ്, ചില സമയം അധികമായി ചിന്തിക്കാൻ പോലും കഴിയില്ല. ചില സമയം അവർ പോലും അറിയാതെ 80+ വീഡിയോസ് കാണുന്നു. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് മാരേജ് കഴിഞ്ഞവർ പോൺ വീഡിയോസ് കാണുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ പോൺ, മാസ്റ്റർബേഷൻ ഇതുപോലുള്ള അഡിക്ഷൻസ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ കേരള നോഫാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വരാനായി നമ്മുടെ മെന്റേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ്. പോൺ അഡിക്ഷൻ, ഫാപ്പിംഗ് തുടങ്ങിയ അഡിക്ഷൻസിൽ നിന്ന് പുറത്തു വരാൻ നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ശരിയായ ഗൈഡ് ലൈൻസ് നൽകുന്നതായിരിക്കും. ഓരോ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ കൃത്യമായ ബ്ലൂ പ്രിന്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓഡിയോ ബുക്സ്, അഫിർമേഷൻസ്, ആർട്ടിക്കിൾസ്, കോട്ട്സ്, കമന്ററീസ്, കോച്ചിങ് സെഷൻസ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ബ്ലൂ പ്രിന്റിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ 10 ഫയർ മോട്ടിവേഷൻ വീഡിയോസും നോഫാപ്പ് സക്സസ് സ്റ്റോറീസും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തത്? അതിന് 4 കാരണങ്ങളുണ്ട്. 1, ക്രൈസി തോട്ട്സ്.
ഈ 80+ വീഡിയോസിനോട് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭയങ്കരമായ ഒരു അഡിക്ഷൻ അവർക്കുണ്ടാകും. നമ്പർ 2, അർജസ്. 18+ വീഡിയോസ് കാണുമ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ അവരിൽ തോന്നിക്കൊണ്ടേയിരിക്കും. ആ അർജസ് കാരണമാണ് അവർക്ക് ഈ പോൺ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതാവുന്നത്. നമ്പർ 3, സ്ലീപ്ലെസ്നെസ്. ഉറക്കമില്ലാത്ത സമയത്ത് ഇനി കുറച്ച് പോൺ വീഡിയോസ് കാണാമെന്ന് പറഞ്ഞ് അത് കാണാൻ ആരംഭിക്കുന്നു. പിന്നീട് അത് അഡിക്ഷനായി മാറും. അതിൽ നിന്നും പുറത്തു വരാൻ പറ്റാതെയാകുന്നു. നമ്പർ 4, എനിക്ക് ആരുമില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്നത്. ഇങ്ങനെ ചിന്തിക്കുന്നത് മൂലം പോൺ ആണ് ഇനി ഏക ആശ്വാസം എന്ന് വിചാരിച്ച് അതിലേക്ക് പോകുന്നു. സോ ഇതിൽ നിന്നും പുറത്തു വരാൻ പറ്റാതെ വരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യവും എനിക്ക് ലഭിക്കുന്നില്ല എന്ന് വിചാരിക്കുകയും ഒരുപാട് നെഗറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനാലും അവസാനം പോൺ വീഡിയോസിലേക്ക് വന്ന് അത് പിന്നീട് ഒരു അഡിക്ഷനായി മാറുന്നു. ഇങ്ങനെ കാണുമ്പോഴാണ് ഞാൻ സ്ട്രെസ് ഫ്രീ ആകുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അതിനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റാതെയാകുന്നു. അടുത്തത് ഈ പോണോഗ്രഫി, മാസ്റ്റർബേഷൻ, ഓർഗാസം എന്നീ 3 കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ മോശമായ വീഡിയോസ് കാണാൻ പ്രേരിപ്പിക്കുന്നത്. ഈ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തു വന്നാലും എനിക്ക് സെക്ഷൽ ഫീലിംഗ്സ് നോർമൽ ആണോ, എനിക്ക് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ള ചിന്തകൾ ഉണ്ടാകുമ്പോൾ വീണ്ടും അവർ പോൺ ആൻഡ് മാസ്റ്റർബേഷനിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇതിനായൊരു പഠനം നടത്തിയപ്പോൾ 30 വയസ്സിന് താഴെയുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള അഡിക്ഷൻ കൂടുതലായി ഉള്ളതെന്ന് പറയുന്നു. ഓസ്ട്രേലിയയിലെ ഒരു പഠനം നടത്തിയതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ 30 വയസ്സിൽ താഴെയുള്ള പുരുഷന്മാരിൽ 100% ആൾക്കാരും പോൺ വീഡിയോസ് കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ 82% സ്ത്രീകളും ഇതുപോലെ പോൺ കാണുന്നുണ്ട്. 2017 വെസ്റ്റേൺ നാഷണലിൽ നടത്തിയ സ്റ്റഡിയിൽ 15 മുതൽ 29 വയസ്സ് വരെ ഉള്ളവരിൽ 39% പുരുഷന്മാരും 4% സ്ത്രീകളും പോൺ വീഡിയോസ് കാണുന്നു എന്നാണ്. ബട്ട് ഈ പോണോഗ്രഫി കാണുന്നത് സോഷ്യൽ മീഡിയ വളരെ വലിയ ഇഷ്യൂ ആയി കാണുന്നില്ല. പോണോഗ്രഫി എന്നുള്ളത് വളരെ വലിയൊരു നെറ്റ്വർക്കാണ്. ഇതിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് വരുമാനമായി ലഭിക്കുന്നത്. അത് മാത്രമല്ല ഇതൊരു പെർമനന്റ് ബിസിനസ് ആയി പലരും ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമായി ആരും എടുക്കുന്നില്ല. ചില സർവേയിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ പോൺ വീഡിയോസ് കാണുന്നതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ബയോളജിക്കൽ നീഡ് എന്ന് കാഷ്വലായി പറഞ്ഞു പോകുന്നവരാണ് പലരും. പക്ഷെ അതൊരു അഡിക്ഷനായി മാറുമ്പോഴാണ് സാഹചര്യം മാറുന്നത്. ഈ പോണോഗ്രഫിയിൽ നിന്ന് പുറത്തു വന്നാൽ പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. ഈ ഒരു കാര്യം പലരും മനസ്സിലാക്കുന്നില്ല. സൊസൈറ്റിയെ പേടിക്കുന്നത്, ഏത് കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുന്നത്, ഡിപ്രഷൻ, സെക്ഷൽ പ്രോബ്ലം, സൂയിസൈഡ് തോട്ട്സ്, ലോ സെൽഫ് എസ്റ്റീം, കോൺഫിഡന്റ് ഇല്ലാത്ത അവസ്ഥ, ഇതെല്ലാം ഈ പോണോഗ്രഫിയിൽ നിന്ന് പുറത്തു വന്നാൽ ശരിയാകുമെന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഈ അഡിക്ഷൻസ് കാരണം ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടാകുന്നുണ്ട്. ഇത് സ്വയം തന്നിൽ തന്നെ മുറിവുണ്ടാക്കുന്നു എന്ന് ചില പഠനങ്ങൾ പറയുന്നു. ചിലർ പറയുന്നത് മാസ്റ്റർബേഷൻ ചെയ്യുന്നത് കാരണം മെൻസിന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വരുന്നത് കുറയുമെന്ന് പറയുന്നു. ഏതൊരു കാര്യവും ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ആപത്ത് തന്നെയാണ്. നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് പുതിയ കാര്യങ്ങൾ കണ്ടെത്തും അത്രേ. അതും ഡിഫറന്റ് ആയ കാര്യമാണെങ്കിൽ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നു. സോ പോണോഗ്രഫിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ എത്ര നേരം നമ്മൾ തന്നെ അറിയാതെ അതിൽ ചെലവഴിക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിയില്ല. 4 മണിക്കൂറിൽ കൂടുതൽ നിങ്ങളത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അഡിക്റ്റ് ആണ് എന്ന് തന്നെയാണ് അർത്ഥം. മുൻപ് പറഞ്ഞ പോലെ ഈ ഡോപ്പമിൻ ആണ് ഈ അഡിക്ഷന് കാരണം. ഇതിനെ ക്രേവിംഗ് കെമിക്കൽ എന്ന് വിളിക്കാം. പോൺ മാത്രമല്ല, സ്പോർട്സ്, സോഷ്യൽ മീഡിയ, ഇങ്ങനെ ഏത് കാര്യത്തിലും അഡിക്ഷൻ ഉണ്ടായാലും അതിന് കാരണം ഡോപ്പമിൻ ആണ്. ഇങ്ങനെ അഡിക്ഷൻ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിനെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്നാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന്റെ ഡാമേജ്. ബ്രെയിനിന് മുന്നിലായാണ് ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ഉള്ളത്. ഇതാണ് നമ്മളിൽ ചിന്തകളെ ഉണ്ടാക്കുന്നത്. ഇതിനെ നമ്മുടെ ബ്രെയിനിന്റെ CEO എന്ന് തന്നെ പറയാം. നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, അതുപോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നത്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ഒരു കാര്യത്തിന് ഇതായിരിക്കും കാരണമെന്ന് അനലൈസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു കാര്യത്തിന് അഡിക്റ്റ് ആകുമ്പോൾ ഡയറക്റ്റ് ആയി അത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിനെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അതിന് ഡാമേജ് സംഭവിച്ചാൽ നമുക്ക് പ്രോപ്പറായി ചിന്തിക്കാൻ സാധിക്കുമോ? പ്ലാൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമോ? തീർച്ചയായും പറ്റില്ല. ഇങ്ങനെ ഡാമേജ് സംഭവിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകുന്നത്. കാരണം അവന് പ്രോപ്പറായി ചിന്തിക്കാൻ പറ്റുന്നില്ല, പ്രോപ്പറായി ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വരുന്നു. ഇത് പഠിക്കുന്നവരെ ബാധിക്കുന്നു, കോളേജ് സ്റ്റുഡൻസിനെ ബാധിക്കുന്നു. എല്ലാവരും ഈ ഫോണിന് അഡിക്റ്റ് ആവുന്നു. ഒരുപാട് പേർക്ക് ജീവിതത്തിൽ നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് എല്ലാ ഫോൺ വെബ്സൈറ്റും ബാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ആളുകൾ VPN ഉപയോഗിച്ച് പല ആപ്പുകളും ആക്സസ് ചെയ്യാൻ തുടങ്ങി. ബാൻ ചെയ്തതിന് ശേഷവും പലരും VPN ഉപയോഗിച്ച് വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നു. അത് പിന്നീട് അഡിക്ഷനിലേക്ക് നയിക്കുന്നതാണ്. പോണോഗ്രഫി ട്വിറ്റ് ചെയ്യുന്നത് മൂലം എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, നിങ്ങളുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പഴയ രീതിയിലാകും. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ചിന്താശക്തി ഉണ്ടാകും. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ബ്രെയിൻ എല്ലാത്തിനും അഡാപ്റ്റ് ആകും. മരിച്ചുപോയ ഐൻസ്റ്റീന്റെ ബ്രെയിൻ എടുത്ത് നിങ്ങൾക്ക് വെച്ചാലും നിങ്ങൾക്ക് ജീനിയസ് ആവാൻ സാധിക്കില്ല.
നിങ്ങൾക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റ്, നിങ്ങളുടെ ഹോർമോൺസ് ഇതെല്ലാം ചേർന്നാണ് നിങ്ങളുടെ ബ്രെയിൻ ഇൻഫ്ലുവൻസ് ആയി അതിനനുസരിച്ചാണ് അഡാപ്റ്റ് ആവുന്നത്. സോ നിങ്ങൾ പോണോഗ്രഫിയിൽ നിന്ന് പുറത്തു വരാനുള്ള സ്റ്റെപ്സ് ഫോളോ ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ നിങ്ങളുടെ ബ്രെയിൻ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ പെട്ടെന്ന് തന്നെ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാവുന്നതാണ്. നമ്പർ 2, നിങ്ങളുടെ സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ആകും. നിങ്ങൾ തന്നെ പുതിയ ബിസിനസ്, പുതിയ ജോബ്, നിങ്ങളുടെ കരിയർ നോക്കി പോകുന്നതാണ്. എന്ത് പ്രോബ്ലംസ് വന്നാലും അത് ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കും. നിങ്ങളെ കൊണ്ട് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന കോൺഫിഡൻസ് വർദ്ധിക്കും. നമ്പർ 3, ഇമോഷണൽ ലെവൽ മാനേജ് ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ആകുന്നതായിരിക്കും. നിങ്ങളൊരു കാര്യത്തിൽ അഡിക്റ്റ് ആയിരിക്കുമ്പോൾ വെറുതെ ദേഷ്യപ്പെടും, ഇറിറ്റേറ്റ് ആകും, അതുപോലെ ടെൻഷൻ ആകും. ചില സമയത്ത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വരുന്നുണ്ടാകും. നിങ്ങൾ പോൺ അഡിക്ഷനിൽ നിന്ന് പുറത്തു വന്നാൽ തീർച്ചയായും നിങ്ങളുടെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അതിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നമ്പർ 4, എനർജറ്റിക് അറ്റ് എവരി വർക്ക്. പോണോഗ്രഫിയിൽ നിന്ന് പുറത്തു വന്നാൽ വീട്ടിലെ ജോലികളായാലും ഓഫീസിലെ ജോലികളായാലും അതെല്ലാം വളരെ എനർജറ്റിക് ആയി ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾക്ക് മടി തോന്നില്ല, എല്ലാ കാര്യങ്ങളും അനായാസമായി ചെയ്യാൻ കഴിയും. നമ്പർ 5, പോസിറ്റിവിറ്റിയോടെ ഇരിക്കാൻ സാധിക്കും. സൊസൈറ്റിയിൽ എല്ലാവരോടും മിങ്കിളാകാൻ സാധിക്കും. നമ്പർ 6, കോൺസെൻട്രേഷൻ ഇൻക്രീസ് ആകും. ഒരുപാട് കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങും. പോൺ വീഡിയോസ് അഡിക്ഷനിൽ ഉള്ളപ്പോൾ ആ വീഡിയോസിൽ മാത്രമായിരിക്കും നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക. അതിൽ നിന്ന് പുറത്തു വന്നാൽ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കുന്നതാണ്. നമ്പർ 7, റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഏതൊരു അഡിക്ഷൻ ഉണ്ടായാലും ഫാമിലി പ്രോബ്ലംസ്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാവുക എന്നത് പതിവാണ്. അതുപോലെയാണ് പോൺ അഡിക്ഷനിലും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഈ പോണോഗ്രഫി അഡിക്ഷൻ കാരണം ദാമ്പത്യപരമായ കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ അഡിക്ഷൻ നിങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്പർ 8, പോസിറ്റിവിറ്റി. ഈ പോൺ അഡിക്ഷനിൽ നിന്ന് പുറത്തു വന്ന ആളുകളെ വെച്ച് ഒരുപാട് സയന്റിഫിക് സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ എന്താണ് പറയുന്നതെന്നാൽ, എന്റെ സെക്ഷൽ ഹെൽത്ത് ഇംപ്രൂവ് ആയിട്ടുണ്ട്, എനിക്കൊരു റിലേഷൻഷിപ്പ് പ്രോബ്ലവും ഉണ്ടാകാറില്ല, എന്റെ മെന്റൽ ഹെൽത്ത് നല്ല രീതിയിലാണ് ഉള്ളത്, ഞാൻ എക്സ്ട്രോവർട്ടായി മാറിയിട്ടുണ്ട്, നോർമലായി ഞാൻ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകാൻ തുടങ്ങി, ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് പോസിറ്റീവായ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അടുത്തത് ഈ പോൺ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാനുള്ള 15 മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, ഡിലീറ്റ് ഓൾ ദ പോൺ. നിങ്ങളുടെ ഗാലറിയിലുള്ള പോൺ വീഡിയോസ്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത വീഡിയോസ് എല്ലാത്തിനെയും ഡിലീറ്റ് ചെയ്യുക. നിങ്ങളുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി തന്നെ ഡിലീറ്റ് ചെയ്യുക. ബുക്ക് മാർക്കിൽ എന്തെങ്കിലും പോൺ വെബ്സൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയും ഡിലീറ്റ് ചെയ്യുക. ഡേറ്റിംഗ് ആപ്സ് ഡിലീറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്യുന്ന സെക്ഷൽ ആയിട്ടുള്ള പേജസ് അൺഫോളോ ചെയ്യുക. നിങ്ങളുടെ റീസൈക്കിൾ ബിന്നിൽ പോലും ഒന്നും ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്നും ചിന്തിക്കാതെ എല്ലാം ഡിലീറ്റ് ചെയ്യുക. കാരണം ഈ വീഡിയോസ്, പിക്ചേഴ്സ്, പേജസ് എല്ലാം നിങ്ങളെ ഒരുപാട് ട്രിഗർ ചെയ്യിപ്പിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യണം. നമ്പർ 2, ചേഞ്ച് യുവർ എൻവയോൺമെന്റ്. നിങ്ങൾ എപ്പോഴും റൂമിൽ ഇരുന്നാണ് പോൺ വീഡിയോസ് കാണുന്നതെങ്കിൽ അവിടെ നിന്ന് പുറത്തു വന്ന് ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക. ഇല്ലെങ്കിൽ റൂം ക്ലീൻ ചെയ്യുന്നത്, ബുക്സ് വായിക്കുന്നത്, ഇതുപോലെ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുക. നമ്പർ 3, യൂസ് ബ്ലോക്കേഴ്സ്. പോണോഗ്രഫി ബ്ലോക്കേഴ്സ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. അതിനെ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പോൺ വെബ്സൈറ്റിലേക്ക് പോകാൻ സാധിക്കില്ല. ബട്ട് ആ ബ്ലോക്കേഴ്സിനെ ഈസിയായി ഡിസേബിൾ ചെയ്തും ആ പോൺ വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ വേണം കൺട്രോൾ ചെയ്യാൻ. അതിനാദ്യം സെൽഫ് കൺട്രോൾ ബിൽഡ് ചെയ്യണം. നമ്പർ 4, ഗെറ്റ് എ ട്രസ്റ്റബിൾ പാർട്ണർ. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. പോൺ വീഡിയോസ് കാണുന്നത് കൊണ്ട് നിങ്ങളെ ആരും തെറ്റായ രീതിയിൽ ജഡ്ജ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യണം. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ പറ്റാത്തത് എന്ന് അവരോട് പറയണം. പുതിയ സ്ട്രാറ്റജീസ് ആൻഡ് മെത്തേഡ്സിലൂടെ ഇതിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കണം. നമ്പർ 5, മെയിൻറ്റെയിൻ എ ഡയറി. നിങ്ങൾ ഡെയിലി എത്രത്തോളം ഇംപ്രൂവ് ആകുന്നുണ്ട്, എത്രത്തോളം കൺട്രോൾഡ് ആകുന്നുണ്ട് എന്നെല്ലാം ഒരു ഡയറിയിൽ നോട്ട് ചെയ്യുക. ഇതൊരു റെക്കോർഡ് പോലെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ക്രിയേറ്റ് ആയി വീണ്ടും നിങ്ങൾ പോണിലേക്ക് പോകില്ല. നമ്പർ 6, എൻഗേജ് ഇൻ റെഗുലർ എക്സസൈസ്. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഡൈവേർട്ട് ആകും, നിങ്ങളെ വളരെ എനർജറ്റിക് ആക്കുന്നു. അതുകൊണ്ട് ലിമിറ്റഡ് ലെവൽ ഓഫ് ഡോപ്പമിൻ റിലീസ് ആകും. സോ ഈസിയായി അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. നമ്പർ 7, ട്രൈ ഔട്ട് കോൾഡ് ഷവർ. ഇടയ്ക്കിടയ്ക്ക് കോൾഡ് ഷവർ ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് റിലാക്സേഷൻ ലഭിക്കും, ഒരു റിലീഫ് ലഭിക്കുകയും ചെയ്യും. നമ്പർ 8, ഗെറ്റ് ഔട്ട്സൈഡ്. പാർക്ക്, ബീച്ച്, മോൾ, റെസ്റ്റോറന്റ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഫ്രണ്ട്സിന്റെ കൂടെയോ ഫാമിലിയുടെ കൂടെയോ പോവുക. അത്തരത്തിലുള്ള നല്ല മൊമെന്റ്സ് എൻജോയ് ചെയ്യുക. ഫ്രഷ് എയർ ശ്വസിക്കുക. സോ നിങ്ങളുടെ ബ്രെയിൻ വേഗം തന്നെ ഡോപ്പമിൻ റിലീസ് ചെയ്യും. സോ ഈസിയായി അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും.
നമ്പർ 9, സോഷ്യലൈസ്. സൊസൈറ്റിയിലുള്ള ആളുകൾ, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി, ഇവരോടെല്ലാം നല്ല രീതിയിൽ സംസാരിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. അപ്പോൾ ചില ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇൻവോൾവ് ആവാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങളുടെ ബ്രെയിന് ഡിസ്ട്രാക്ഷൻ ലഭിക്കും. പുറത്തു പോകുമ്പോൾ പരിചയമുള്ള ആളുകളെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ്, സുഖമാണോ എന്നൊക്കെ ചോദിക്കണം. അതുപോലെ നാച്ചർ, അനിമൽ, ബേർഡ്സ് തുടങ്ങിയവരുടെ കൂടെ എല്ലാം ടൈം സ്പെൻഡ് ചെയ്യണം. നമ്പർ 10, മെഡിറ്റേഷൻ. ഇയർലി മോർണിംഗ് എഴുന്നേറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. അധികമായി മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസം ലഭിക്കുന്നതായി നമുക്ക് ഫീൽ ചെയ്യും. മോർണിംഗിന് മാത്രമല്ല, ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾ ഫ്രീ ആയി ഇരിക്കുന്ന സമയങ്ങളിൽ മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. പഠനങ്ങൾ പറയുന്നത് മെഡിറ്റേഷൻ ആൻഡ് പ്രേയേഴ്സ് ഇവ രണ്ടും നമ്മുടെ ബ്രെയിനിന്റെ സെന്റർ പാർട്ടിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ബ്രെയിനിന് ഒരു റീഫ്രഷ്മെന്റ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും. സെൽഫ് കൺട്രോൾ ഇൻക്രീസ് ആകും. ഇതെല്ലാം മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ഇത് കാരണവും നിങ്ങൾക്ക് ഫോൺ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. നമ്പർ 11, ന്യൂ ഹാബിറ്റ്സ്. എന്തെങ്കിലും പുതുതായി പഠിക്കുക. മ്യൂസിക്, സിംഗിങ്, ചെസ്, ലാംഗ്വേജ്, ഇങ്ങനെ ഏത് സ്കില്ലായിരുന്നാലും അത് പഠിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് കുക്കിങ്ങിനോടും ബുക്സിനോടും ആയിരിക്കും താല്പര്യമെങ്കിൽ അത് ഫോളോ ചെയ്യണം. നമ്പർ 12, ഗോ ഈസി. ഒരിക്കലും ഒരു ഘട്ടത്തിലും നിങ്ങൾ തന്നെ തരം താഴ്ത്തരുത്. ജീവിതത്തിൽ മിസ്റ്റേക്കുകൾ സംഭവിക്കും. മിസ്റ്റേക്ക് സംഭവിച്ചാൽ അതിൽ നിന്നും ഒരുപാട് ലേൺ ചെയ്യുക. ഒരു കാരണത്താലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ തരം താഴ്ത്തി സംസാരിക്കരുത്. എല്ലാത്തിനെയും മറികടക്കാൻ ശ്രമിക്കണം. നമ്പർ 13, നിങ്ങളുടെ ബ്രെയിനെയും അഡിക്ഷനെയും പറ്റി പഠിക്കുക. നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അഡിക്റ്റ് ആകുന്നത്, എന്തൊക്കെ ഡീമെറിറ്റ് ആണ് ഉള്ളത്, ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാകും. സോ നിങ്ങൾക്ക് ഈസിയായി അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാം. നമ്പർ 14, 21 ഡേയ്സ് സ്ട്രാറ്റജി. ഒരു കാര്യം നമ്മൾ 21 ദിവസം ചെയ്താൽ അത് നമ്മുടെ ഹാബിറ്റായി മാറുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. സോ ഈ അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാൻ 21 ദിവസം മുതൽ 42 ദിവസം വരെയും അഡിക്ഷനിൽ നിന്ന് പുറത്തു വരാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനെ ഓവർകം ചെയ്ത് വരാനുള്ള സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക. നമ്പർ 15, ഡോണ്ട് ഗീവ് എക്സ്ക്യൂസസ്. ഇന്നൊരു ദിവസത്തേക്ക് മാത്രം, 1 മണിക്കൂർ മാത്രം കാണാമെന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും ഫോൺ കാണാൻ പോകരുത്. സ്വയം നിങ്ങൾ തന്നെ എക്സ്ക്യൂസ് കണ്ടെത്തരുത്. വീണ്ടും നിങ്ങൾ ഫോൺ കാണാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ബ്രെയിൻ വീണ്ടും അതിന് അഡിക്റ്റ് ആകും. ഇത്രയും കാര്യങ്ങളാണ് ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പോണോഗ്രഫിക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഈ ബുക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ഇതിൽ പറയുന്ന ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് പോണോഗ്രഫിക്ക് മാത്രമല്ല, മറ്റുള്ള അഡിക്ഷനും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും അഡിക്ഷൻ ഉണ്ടായാൽ അതിനെക്കുറിച്ച് അറിഞ്ഞ് അതിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കണം.